സെക്സിനോടുള്ള അമിതമായിട്ടുള്ള ഭയം അല്ലെങ്കിൽ വെറുപ്പ്, ജീനോഫോബിയ അല്ലെങ്കിൽ കൊയ്റ്റോഫോബിയ എന്നാണ് പറയുന്നത്. ഇത് ജെൻസിനും ലേഡീസിനും ഒരേപോലെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ജെൻസിനാണെന്നുണ്ടെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഇറക്ഷൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഫീമെയിൽസിനാണെന്നുണ്ടെങ്കിൽ വജൈനയിൽ പെയിൻ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഇത് ഫിസിക്കലായിട്ടുള്ള റീസൺ ആണെന്ന് തെറ്റിദ്ധരിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റും ഒക്കെ എടുക്കാറുണ്ട്. ഒരു വ്യക്തിക്ക് ജീനോഫോബിയ ഉണ്ടാകാനായിട്ട് പല റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ട്രോമയാണ്. റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള പലർക്കും ഈ ജീനോഫോബിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പല മതങ്ങളും വിഭാഗങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണല്ലോ. അപ്പൊ ആ ഒരു മെമ്മറി ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ കിടക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ലൈംഗിക ബന്ധത്തിന്റെ അപ്രോച്ച് ഉണ്ടാകുമ്പോൾ ഈ ഗിൽറ്റ് ഫീൽ ആയിരിക്കും ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത് വരുന്നത്. കുറ്റബോധം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്ലഷർ ഒന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പെർഫോമൻസ് ആങ്സൈറ്റി ഇത് കൂടുതൽ ഉണ്ടാകാറുള്ളത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്. പാർട്ണറിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ആ ഒരു സബ് കോൺഷ്യസ് ഫിയർ കാരണം ഇത് ഫെയിൽ ആയി പോകും. ഇത് ഒരാളുടെ മാത്രം വിഷയമൊന്നുമല്ല, ഒരുപാട് പേര് ഈ സാഹചര്യത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നവരുണ്ട്. അത് ഓപ്പൺ ആയിട്ട് ഒന്ന് പറഞ്ഞ് പരിഹരിക്കാൻ നോക്കുന്നവർ എണ്ണം കുറവാന്നുള്ളതേ ഉള്ളൂ. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, പരിഹരിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടിട്ട് ഓക്കെ ആവുന്ന ഒരു കാര്യം മാത്രമാണ്.